മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മയുടെ മരണശേഷം അല്ലാഹു തആല മൂസാ നബിയെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ മൂസാ നബിയെ, കഴിഞ്ഞ ആഴ്ചയല്ലേ അങ്ങയുടെ മാതാവ് മരണപ്പെട്ടത്. അവരുടെ ഹയാത്ത്, ജീവിതം അങ്ങേക്ക് കാവലായിരുന്നു. മരണത്തോടുകൂടി ആ കാവൽ അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ ആശയം ഉമ്മയുടെ ജീവിതം അല്ലെങ്കിൽ ഉമ്മയുടെ സാന്നിധ്യം, അവരുടെ പ്രാർത്ഥന വലിയ കാവലാണ് എന്നാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ കാവലില്ല എന്ന് വകതിരിവില്ലാത്തവർ ചിന്തിക്കുന്നത് പോലെ നാം തെറ്റിദ്ധരിക്കരുത്. അൽ ബറക്കത്തു മാ അകാബിരിക്കും, നിങ്ങളുടെ വീടകങ്ങളിലുള്ള പ്രായമുള്ളവർ ബറക്കത്താണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരു വചനമാണ് അൽ ഗനമു ബറക്കത്തുൻ, ആട് ബറക്കത്താണ്, ഐശ്വര്യമുള്ള ജീവിയാണ്. ആട് നേരത്തെ എഴുന്നേൽക്കുന്നതാണ്, തസ്ബീഹ് ചൊല്ലുന്നതാണ്, ഇബാദത്ത് ചെയ്യുന്നതാണ്. മനുഷ്യൻ നന്നാവാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാതൃകയാക്കേണ്ട ഗുണങ്ങളുള്ള ഒരു ജീവിയാണ് നായ അല്ലെങ്കിൽ പട്ടി. നായ ഷാക്കിറാണ്, നന്ദിയുള്ള ജീവിയാണ്. അത് വീട് കാക്കുന്നുണ്ട്, കൃഷിയിൽ സഹായിക്കുന്നു, നന്ദിയോടെ വാലാട്ടുന്നുമുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നായയെ വീടിന് കാവൽ നിർത്താവുന്ന മസ്അല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ കാക്കയിലുമുണ്ട് മാതൃകാ ജീവിതം. കാക്ക നല്ലൊരു നിരീക്ഷകനാണ് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അപ്പോൾ അതുപോലെ ആത്മജ്ഞാനികൾ പറയുന്നു, നാം ഹലാലും ഹറാമും നോക്കി നിരീക്ഷിച്ച് വിലയിരുത്തിയിട്ട് വേണം അതിനെ വിനിയോഗിക്കുവാൻ. അഥവാ ഹലാലായ ഭക്ഷണമേ കഴിക്കാവൂ, ഹലാലായ ബന്ധമേ പുലർത്താവൂ, ഹലാലായ വസ്തുക്കളെ ഉപയോഗിക്കാവൂ, ഹലാലായ ലക്ഷ്യങ്ങളെ ഉണ്ടാകാവൂ. ഹിർറത്ത്, പൂച്ചയിലുമുണ്ട് മാതൃകാപരമായ സമീപനങ്ങൾ. അത് വിനയമുള്ള ജീവിയാണ്. ദീഖ് എന്ന പൂവൻ കോഴിയിലും നമുക്ക് മാതൃകാ ഗുണങ്ങളെ കാണാവുന്നതാണ്. അത് സുബഹിക്ക് മുന്നേ എഴുന്നേൽക്കുന്നു, മലക്കിനെ കണ്ടിട്ട് കൂവുന്നുണ്ട്. അതുകൊണ്ട് പൂവൻ കോഴി കൂവുമ്പോൾ ദ്വാരുന്നോളൂ എന്ന് പ്രവാചക വചനമുണ്ട്. എന്നാൽ നായ കൂവുന്നത് ശൈത്വാനെ കണ്ടിട്ടാണ്. അതുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോഴൊക്കെ നായ കൂവുമ്പോൾ നാം കാവൽ തേടേണ്ടതുമാണ്. അദ്ദീഖു ബറക്കത്തുൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം വീടിന് ബറക്കത്താണ്. അതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ ഖുർആൻ പാരായണം മുഴങ്ങിക്കേൾക്കേണ്ടതാണ്. ഇജ്അലൂ നസീബം മിനൽ ഖുർആനി ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിരന്തരം ഖുർആൻ മുഴങ്ങിക്കേൾക്കണം എന്ന് ഹദീസിൻ്റെ ആശയങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ ടെലിവിഷനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ എത്രയാണ്, സംവിധാനങ്ങൾ എത്രയാണ്, മാസം തോറും അതിന് ചിലവഴിക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണ്. എന്നാൽ നമ്മുടെ വീടുകളിലുള്ള ഖുർആൻ അത് കേടുപാട് സംഭവിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് അഭംഗിയായ നിലയിൽ അലമാരയുടെ മുകളിൽ ഏതോ ഭാഗത്ത് അവഗണിക്കപ്പെട്ട നിലയിൽ, തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത നിലയിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് മക്കൾ നന്നാവുക? എങ്ങനെയാണ് സമ്പത്തിൽ ബറക്കത്തുണ്ടാവുക? എങ്ങനെയാണ് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ വിട്ടുമാറുക? അതുകൊണ്ട് ഖുർആൻ പാരായണത്തിന് മുന്നേ ഖുർആനിനെ പരിചരണം വളരെ ഭംഗിയാക്കി, അലങ്കൃതമാക്കി, അച്ചടക്കത്തോടെ സൂക്ഷിക്കുകയും മക്കളെ ഖുർആൻ പഠിക്കുവാനും പാരായണം ചെയ്യുവാനും വേണ്ടി നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്യുക.